അടിച്ചതിനെ പൊട്ടിച്ചു. ഇപ്പൊ വളരെ സന്തോഷമായി. ഇനി എന്ത് ചെയ്യണം എഴുതിയാൽ പോവുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോ പാട്ടും ഡാൻസും ഒരുമിച്ച് ആ ജയിലിനകത്ത് നടക്കുന്നതായിട്ട് ഈ മനുഷ്യൻ മനസ്സിലാവും. ജയിലിനോട് പോകുമ്പോൾ ഭയങ്കര നൃത്തമാണല്ലോ. ഇയാൾക്ക് ദേഷ്യം വന്നു. ഇയാളുടെ കയ്യിലേക്ക് വടിയെടുത്ത് ഇവരുടെ കാലിനെ അടിച്ചൊടിച്ചിട്ട് എനിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് ഒന്ന് കാണണം. എന്നിട്ട് ഇയാൾ വീണ്ടും പോവുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോഴല്ലോ വീണ്ടും ഒരു മനോഹരമായ പാട്ട് ഈ ജയിലിന്റെ ഉള്ളിലേക്കാണ്. പാടം ഇപ്പോഴും ചാടി എണീറ്റ് പോയ കുമാർ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഈ ലീഡ് ചെയ്യുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഗിറ്റാർ വായിച്ച് ഈ മനുഷ്യന്റെ നാവിനെ അരിയണം. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് കാണാം. നിനക്ക് ഇനി ഡാൻസ് കളിക്കാനും പറ്റില്ല, നിനക്ക് പാടാൻ പറ്റില്ല. നീ ഇനി എന്ത് ചെയ്യുന്നത് എനിക്ക് കാണാം. നിമിഷങ്ങൾ കടന്നുപോയി. ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴല്ലോ ഏതോ ഒരു മനോഹരമായ ഫോക്ക് സംഗീതം, ഒരു പഴയ കാലക്കാരൻ ഏതോ ഒരു കോണിൽ നിന്നും ഇങ്ങനെ മൂളി തുടങ്ങുകയാണ്. അത് പാട്ടായിട്ടല്ല, അതൊരു മൂളലാണ്. ആ മനോഹരമായ ഗാനത്തിന്റെ മൂളനൊപ്പം ആ ജയിലിലെ തളവുകളിൽ എല്ലാവരും ഒരുമിച്ച് ആ ഗാനത്തെ ഇങ്ങനെ ഈണത്തിൽ മൂളി. പിന്നെ ഈ വാർത്തകൾ വന്നിട്ട് ഇങ്ങനെ പറയും, ഇനി എനിക്ക് ഇയാളോട് ഒന്നും ചെയ്യാനില്ല, എനിക്കിനി ഇയാളോട് ഒന്നും ചെയ്യാനില്ല. കാരണം ഇയാളുടെ സംഗീതം ഇയാളുടെ ഉള്ളിലാണ്. എനിക്കിനി ഒന്നും ചെയ്യാനില്ല, കാരണം ഇയാളുടെ സംഗീതം ഇയാളുടെ ഉള്ളിലാണ്. ഇവിടെ അച്ഛൻ പറഞ്ഞ ഈ ആനന്ദത്തെ സംബന്ധിക്കുകയാണ്. ഇത് ഒരാളുടെ ഉള്ളിൽ നിന്നുള്ളതാണ്. ഇത് ഒരാൾക്ക് തകർക്കാൻ പറ്റില്ല. ഒരു മനുഷ്യന്റെ ആനന്ദത്തെ കെടുത്താൻ വേണ്ടി, അവനെ തകർക്കാൻ വേണ്ടി, അവനെ തച്ചുവാക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ പറ്റില്ല. കാരണം അത് അയാളുടെ ഉള്ളിൽ നിന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കട്ടെ, ആരാണ് ഈ ആനന്ദം നൽകുന്നത്? ഓക്കെ പറഞ്ഞേ, അത് ഈശോ. അപ്പൊ ദൈവമാണ് ഈ ആനന്ദം നൽകുന്നത്. ആനന്ദം നൽകാനായിട്ട് ദൈവത്തിന് സാധിക്കും. വസ്തുവകകൾക്ക് നൽകാൻ പറ്റുന്നത് എന്താണ്? സന്തോഷം. വസ്തുവകകൾക്ക്, വ്യക്തികൾക്ക് എന്ത് നൽകാൻ? സന്തോഷം. ആനന്ദം നൽകാൻ പറ്റുന്നത് ദൈവത്തിന് മാത്രം. കാരണം അത് ഉള്ളിൽ നിന്നുള്ള പ്രവർത്തനമാണ്. അതിനാൽ തന്നെയാണ് നമ്മൾ വചനമൊക്കെ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ജോയ് എന്നാണ്, ഹാപ്പി എന്നതിനേക്കാളും എന്താണ്, ആനന്ദികൾ, കർത്താവിൽ ആനന്ദിക്കണം എന്നൊക്കെയാണ് നമ്മുടെ വചനത്തിൽ പറയുന്നത്. കാരണം ഈ ആനന്ദത്തിന് പറഞ്ഞാൽ ദൈവം കൊടുക്കുന്നതാണ്. അത് ഒരാളുടെ ഉള്ളിൽ നിന്നാണ്. തകർക്കാൻ വേണ്ടി ഒരാൾക്ക് അത് പറ്റില്ല. ഈ ആനന്ദമുള്ളവരുടെ പ്രത്യേകത പറഞ്ഞാൽ അവർക്ക് ഈ സന്തോഷവും ഉണ്ടാകും. എന്താണ്, ഈ ആനന്ദമുള്ള ഒരാൾക്ക് അയാൾക്ക് വിശ്വാസം ഉണ്ടാകും, പ്രത്യാശ ഉണ്ടാകും, സ്നേഹം ഉണ്ടാകും. മൂന്ന് കാര്യം. ഇതൊക്കെ വിശ്വാസം ഉണ്ടാകും, പ്രത്യാശ ഉണ്ടാകും, സ്നേഹം ഉണ്ടാകും. ഒന്നാമത് വിശ്വാസം അയാൾക്ക് ഉണ്ടാകും. അയാൾ ആ വിശ്വാസം കൊടുക്കുകയും ചെയ്യും. അയാൾക്കുണ്ട്, ഒപ്പം തന്നെ അയാൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇത് ഒന്നാമത്തെ പ്രത്യേകത. ഈ ആനന്ദമുള്ള പ്രത്യേകതയാണ്. ഈ വിശ്വാസം അയാൾക്ക് ഉണ്ടാകും, അതേസമയം അയാൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾ മക്കബായരുടെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തില് നമ്മൾ ആദ്യം ചോദിക്കട്ടെ, എന്താണ് വിശ്വാസം? അത് ചോദിച്ചിട്ട് എന്താണ് വിശ്വാസം? ആദ്യം ചേട്ടാ എന്താണ് വിശ്വാസം? ലേഖനത്തില് നമ്മൾ വായിച്ചായിരുന്നു 10-ാം അധ്യായത്തില്. എന്താണ് വിശ്വാസം? പറഞ്ഞേ. വിശ്വാസം എന്നത് അത് 2-ാം ഘട്ടമാണ്. അത് 2-ാമത്തെ ഭാഗമാണ്. എങ്കിൽ 1-ാമത്തെ ഭാഗം ചേച്ചിയാണ്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം. പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പ് എന്ന് പറയുമ്പോൾ, ഞാൻ ചങ്കുപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന ഉറപ്പ്. ഒപ്പം തന്നെ ഈ 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? കാണപ്പെടാത്തത് ഉണ്ട്. ഒന്നാമത്തത്, ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ച എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഉറപ്പ്. 2-ാമത്, കാണപ്പെടാത്തത് ഉണ്ട് എന്നതാണ്
വിശ്വാസത്തിന്റെ പൂർണ്ണത. എങ്കിൽ ചോദിക്കട്ടെ, എന്തൊക്കെയാണ് ഈ കാണപ്പെടാത്തത്? ഒന്ന് പറഞ്ഞ എന്തൊക്കെയാണ് കാണപ്പെടാത്തത് എന്നാൽ വിശ്വസിക്കണം എന്നുള്ളത്? എന്തേ? കൂദാശകൾ. ഓക്കെ, അത് മറ്റൊരു അർത്ഥത്തിൽ എന്താണ് അദൃശ്യമായ പ്രസാദം ഉദ്ദേശിച്ചായിരിക്കും ടീച്ചർ പറഞ്ഞത്. ഇരിക്കട്ടെ, നല്ല കാര്യം. ഓക്കെ, മറ്റെന്തെങ്കിലും കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കാണപ്പെടാത്തത് പക്ഷെ അതില്ല. എന്തേ? ആ ദൈവം നമ്മൾ ആ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടുകൊണ്ട് ഇല്ല, പക്ഷെ ഉണ്ട്. സ്വർഗം കണ്ടിട്ടുണ്ടോ? പക്ഷെ ഉണ്ട്. നരകം കണ്ടിട്ടുണ്ടോ? ഇല്ലേ? വീട്ടിലാരില്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഉണ്ട്. ശുദ്ധീകരണ സ്ഥലം കണ്ടിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഉണ്ട്. ഈ വിശ്വാസത്തിന്റെ പൂർണ്ണത എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുന്നു. അപ്പൊ കാണപ്പെടാത്തത് ഉണ്ട്. സ്വർഗമുണ്ട്, നരകം ഉണ്ട്, ശുദ്ധീകരണ സ്ഥലം ഉണ്ട്, നമ്മളെ കാണുന്ന ദൈവമുണ്ട്. ഇതാണ് വിശ്വാസം. അപ്പോൾ ദൈവം ഉണ്ട്, സ്വർഗം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസത്തിന്റെ പൂർണ്ണത. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ മക്കബായുടെ പുസ്തകം 7-ാം അധ്യായത്തിന് നമ്മൾ ഒരു മനോഹരമായ കഥ പറഞ്ഞു വെക്കുന്നുണ്ട്. കഥയല്ല, നടന്ന സംഭവമാണ് മക്കബായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം. ആ സംഭവം എന്താ? ഒരു സംഭവമുണ്ട്, ആർക്കറിയാമോ? ഒരു മനോഹരമായ കഥയാണ്. നമ്മളെ എന്താണ് ഹൃദയത്തെ സ്പർശിക്കുന്ന കഥ. പക്ഷെ സാധാരണ ആരും ഹൃദയത്തിൽ പറയാറില്ല, നാടകങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ആ കഥ. എന്തറിയാമോ? ഒരമ്മയുടെ 7 സഹോദരങ്ങളുടെ കഥ കേട്ടിട്ടില്ലേ? എത്ര പേര് കേട്ടിട്ടുണ്ട്? മക്കബായുടെ പുസ്തകം അമ്മയ്ക്ക് 7 സഹോദരങ്ങൾ എന്ന് കേട്ടിരുന്നു. 2 മക്കബായിൽ 7-ാം അധ്യായം. നല്ല സന്തോഷം. ഇത് കേട്ടിട്ടില്ലെങ്കിൽ ബൈബിളിലുള്ള സംഭവമാണ്. അച്ഛൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞിരുന്നു. ഇതെങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്? ഈശോ ജനിക്കുന്നതിന് 70 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ സമയം യൂദയായി ഭരിച്ചിരുന്നത് അന്ത്യോക്കസ് നാളവൻ രാജാവാണ്. അന്ത്യോക്കസ് എപ്പിഫാനോസ് എന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യൻ യഹൂദ വിരോധിയും ദൈവ ഭയമില്ലാത്ത വ്യക്തിയുമായതാണ് തന്നെ അനേകം മനുഷ്യരെ ഈ കൊന്നുകളയുന്നത്. ഇയാളുടെ തത്വം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഞാനാണ് ദൈവം. അതിനെന്തുകൊണ്ടാണ് ഞാനാണ് ദൈവം എന്ന് പറയുന്നത് അറിയാമോ? കാരണം നീ ജീവിക്കണമോ നീ മരിക്കണമോ എന്ന് ചിന്തിക്കാനായിട്ട് എനിക്ക് സാധിക്കും. നിന്നെ കൊല്ലണമെങ്കിൽ എനിക്കൊല്ല, നിന്നെ ജീവിപ്പിക്കണമെങ്കിൽ നിന്നെ ജീവിക്കാനാണ്. ഈ 2 അധികാരം ആക്കൊണ്ട് രാജാവ് പറഞ്ഞത് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനാണ് ദൈവം. ഒപ്പം തന്നെ നിങ്ങൾ എന്നെ ആരാധിക്കണം. ഞാൻ ദൈവമായിട്ട് നിങ്ങൾ എന്നെ ആരാധിക്കണം. നിങ്ങൾ 10 മാസം ഭക്ഷിക്കണം. ഇതാണ് രാജാവിന്റെ കൽപ്പന. നിങ്ങൾ എന്നെ ആരാധിക്കണം 10 മാസം. അപ്പോൾ നമ്മുടെ ഇസ്രായേലിലുള്ള മറ്റുള്ള യഹൂദരൊക്കെ ഓടി നടന്ന ഈ മനുഷ്യനെ ആരാധിക്കാൻ 10 മാസം ഭക്ഷിക്കാൻ തുടങ്ങി. കാരണം എന്താണ്? രാജകൽപ്പന ലംഘിച്ചാൽ കഴുത്തിന് മുഖം തല കാണില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇവരൊക്കെ ഓടി നടന്ന്. പക്ഷേ ഒരു കുടുംബം മാത്രം, മറ്റു പല കുടുംബങ്ങളുണ്ട്, അതൊക്കെ വചനത്തിൽ ചില ഇടങ്ങളായിട്ട് പറയും. പക്ഷെ ഈ കുടുംബത്തെ പ്രത്യേകമായിട്ടുള്ള ഈ കുടുംബം ഇത് ചെയ്യുന്നില്ല. ആ സമയത്ത് രാജാവ് ഇതുവരെ പറയുന്നത്, അല്ലെങ്കിൽ രാജാവെ താങ്കളുടെ കൽപ്പന ലംഘിച്ച കുടുംബമുണ്ട്, ഉടനെ രാജാവ് അവരെ വിളിച്ചു. ഇവരെ ഈ ചങ്ങല കൊണ്ട് കെട്ടി ഈ അമ്മയെയും 7 മക്കളെയും കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്ന് രാജാവിന്റെ മുമ്പിൽ നിർത്തി. എന്നിട്ട് രാജാവ് പറയാണ്, നിങ്ങളിപ്പോ എന്നെ ആരാധിക്കുകയും 10 മാസം ഭക്ഷിക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് ഞാൻ ഭരിച്ചു കൊണ്ടുവരാം. ഈ സമയത്ത് അമ്മ വളരെ കല്ലുപോലെ ഉറച്ച സ്ത്രീയായിട്ട് രാജാവിന്റെ മുമ്പിൽ. മക്കളൊക്കെ ചെറിയ പകത്തിൽ ഉണ്ടെങ്കിൽ അവർ നോക്കുന്ന അമ്മയാണ്. അമ്മ എന്ത് പറയുന്നു? അമ്മ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യും. ഇതാണ് മക്കളുടെ നിലപാട്. അമ്മ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യും. ഈ 7 മക്കളും അമ്മയെ നോക്കുന്നുണ്ട്. അമ്മ കല്ലുപോലെ ഉറച്ചു നിൽക്കുകയാണ്. ഈ രാജാവ് നിങ്ങൾ എന്നെ ആരാധിക്കുകയും 10 മാസം ഭക്ഷിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുപോകുമ്പോൾ ഈ സ്ത്രീയുടെ ആ ധീരത കണ്ടിട്ടുണ്ടല്ലോ. ആദ്യത്തെ മൂത്ത മോനെ വിളിച്ചിട്ട് ഇവരെ എന്താണ് ഈ അമ്മയുടെയും ഈ 6 സഹോദരങ്ങളും വിളിച്ച് ആദ്യത്തെ തല കെട്ടി. എന്നിട്ട് അവന്റെ ശരീരത്തെ ചെയ്തു കൊണ്ടു. അപ്പോൾ മറ്റ് 6 മക്കളും ഒന്ന് പകച്ചു. ഉടനെ രാജാവ് വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഈ നിമിഷം എന്നെ ആരാധിക്കുകയും 10 മാസം ഭക്ഷിക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഇതുപോലെ ഓരോരുത്തരായിട്ട് ഇവിടെ ഈ നിമിഷം
അമ്മ പറയുന്ന മക്കളെ, നിങ്ങൾ ഒരു കാരണവശാലും ഈ കുറുക്കനെ നിങ്ങൾ ആരാധിക്കരുത്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പന്തിമാസം ഭക്ഷിക്കരുത്. നമ്മുടെ യഹോവയെ മാത്രമേ നിങ്ങൾ ആരാധിക്കൂ. ഒരു കാരണവശാലും നിങ്ങൾ ചെയ്ത് മക്കളെ. നിങ്ങളെ രാജാവ് തുടർന്ന് അടുത്ത മോനെ വിളിക്കും. അവനെ എങ്ങനെ പറയുക, അവന്റെ എന്താണ് ശരീരത്തിലെ ചർമ്മത്തെ വലിച്ച് പൊളിക്കും. ശരീരത്തിലെ ചർമ്മത്തെ വലിച്ച് പൊളിക്കും. എന്നിട്ട് അവന് രക്തം പാർന്ന് അവിടെ മരിച്ചു വീഴുമ്പോൾ രാജാവ് അടുത്തൊരാൾ വിളിക്കുമ്പോൾ വീണ്ടും ചോദിക്കും, നിങ്ങൾ എന്നെ ആരാധിക്കുകയും പന്തിമാസം ഭക്ഷിക്കാനും റെഡിയാണ്. പന്തിമാസം എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യമായിട്ട് റെഡി. പക്ഷെ എന്ത് ചെയ്യാം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് നിഷിദ്ധമായ ഭക്ഷണമാണ്. പ്രിയമുള്ളവരെ, വീണ്ടും അടുത്ത മോനെ വിളിക്കുമ്പോണ്ടല്ലോ ഈ മക്കള് അമ്മയോട്, അമ്മ ഞങ്ങൾ എന്ത് ചെയ്യണം? അമ്മയുടെ മക്കളെ, നിങ്ങൾ ഈ ലോകത്ത് നശിച്ചാലും പ്രശ്നമില്ല മക്കളെ, എനിക്ക് നിങ്ങളെല്ലാം സ്വർഗത്തിൽ ഒന്നിച്ച് കിട്ടുമല്ലോ, എനിക്കത് മതി, എനിക്കത് മതി മക്കളെ. നിങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ എനിക്ക് ഒന്നിച്ച് കിട്ടുമല്ലോ, എനിക്കത് മതി. പ്രിയമുള്ളവരെ, അടുത്ത ഒരു മോനെ വിളിക്കുന്നു. അവനെയും വളരെ ക്രൂരമായിട്ട് കൊന്നിട്ട് അവനെ വറചട്ടിയിട്ട് വറക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് രാജാവ് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും അവസാനത്തെ വെച്ച് സാധാരണ അമ്മയുടെ ഒക്കെ ഏറ്റവും വാത്സല്യമുള്ള മക്കളാണ് ഏറ്റവും അവസാനത്താണ്. എന്നാണ് ഈ അവസാനത്തെ മോനെ കൊല്ലാനായിട്ടുണ്ട് രാജാവ് വിളിക്കുന്നത്. ഈ സമയത്ത് അമ്മയ്ക്ക് ഒരു ഓഫർ കൊടുക്കും. 6 മക്കളെ കൊല്ലുന്ന സമയത്ത് കൊടുക്കാത്തൊരു ഓഫർ 7ാമത്തെ ദിവസം കൊല്ലുമ്പോൾ രാജാവ് കൊടുക്കും. രാജാവ് പറയും, ഇപ്പോൾ അതിന്റെ ഏറ്റവും അവസാനത്തെ കുച്ചനത്തുള്ള ഞാൻ കൊല്ലാൻ പോവുകയാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഓഫർ, ഈ ഓഫർ ഇതാണ്, നീ ഇപ്പോൾ എന്നെ ആരാധിക്കുകയും പന്തിമാസം ഭക്ഷിക്കുകയും ചെയ്താൽ നീ ചോദിക്കുന്നത് ഞാൻ തരാം. എന്തിനാണ് പറയുന്നത്? എന്റെ രാജ്യത്തിലെ ഉന്നതമായ പദവികൾ ഞാൻ തരാം. നീ ചോദിച്ച എന്റെ രാജ്യത്തിന്റെ പദവി പോലും ഞാൻ ഇത്ര ഓഫർ തരാം. ഇനിയെങ്കിലും എന്നെ ഒന്ന് ആരാധിക്കും, പന്തിമാസം ഭക്ഷിക്കും, നിന്റെ പകരം നീ ഉപദേശിക്കും. അമ്മ ഉപദേശിക്കാൻ നിൽക്കും. എന്നിട്ട് ആ ഏറ്റവും മോനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അമ്മ ഇങ്ങനെ മോനോട് പറയാം, എന്റെ മകളെ, നിങ്ങൾ എങ്ങനെ എന്റെ ഉത്തരത്തിൽ രൂപം കൊണ്ടുവന്നത് എനിക്കറിയില്ല. നിങ്ങൾക്ക് രൂപവും ഭാവവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല, ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവാണ്. അവൻ നിനക്ക് പുതുജീവൻ നൽകും എന്ന് പറഞ്ഞിട്ട് ഈ മോനെ കൂടെ മരണത്തിന് ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് വചനം ഇങ്ങനെ പറയുന്നത്, മറ്റ് 6 മക്കളോട് രാജാവ് എന്താണോ ചെയ്തത് അതിനേക്കാളും ക്രൂരമായിട്ട് ഈ കൊച്ചിനോട് ചെയ്തത്. അപ്പോൾ ഏകദേശം രൂപം നോക്കുന്നുണ്ട് ഇല്ലേ? ആ കൊച്ചിനെ കൊന്ന് വറച്ചെത്തിയിട്ട് വാർത്തന്നെ തീർത്തിരിക്കണം. അവസാനം അമ്മയും അവിടെ ചങ്കുപൊട്ടി മരിച്ചു വീഴുകയാണ്. 7 പേര് വിശ്വാസം എന്ന ഒറ്റ കാരണത്താൽ രാജാവിന്റെ മുമ്പിൽ മരിച്ചു വീഴും. ചോദ്യം ഇനിയാണ്, ഇവരൊക്കെ സ്വർഗത്തിൽ പോയത് ഇത്രയും ദാരുണമായ വിധിക്ക് പാത്രമായവരാണ് അമ്മയെ മക്കളും. രാജാവിന്റെ കൽപ്പന ലംഘിച്ച് ദൈവ പ്രമാണങ്ങൾ പാലിച്ച ഇവർ സ്വർഗത്തിൽ പോകും. പുറകില് പോയോ അവര്? കേൾക്കണോ? എന്താണ് അവർക്ക്? വിശ്വാസം. അതില്ല ഫാഷൻ ജീവിതം. അതാണോ? ഉറപ്പായിട്ട് കേൾക്കണോ? ഉറപ്പ്. ബൈബിളൊന്നും പറയുന്നില്ല. ബൈബിൾ ഒരു കാര്യം ഇവർ സ്വർഗത്തിൽ പോയെന്നോ മാരന്മാരെ കണ്ടെന്നോ ദൈവത്തിന്റെ വലസ്ഥാനത്തിരിക്കുന്നോ ഒരു കാര്യവുമായി അറിയിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ എങ്ങനെയാ വിശ്വസിക്കാം ഇവരൊക്കെ സ്വർഗത്തിൽ പോയെന്ന്? ഈ വധത്തെ ദൈവം കണ്ടുവെന്ന് എങ്ങനെ വിശ്വസിക്കും? പിന്നെ ഈ വചനഭാഗം വായിച്ച് നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് അങ്ങ് പോയാൽ സത്യം നിരാശയിൽ തീരുന്ന ഒരു വചനഭാഗമാണ് ഇത്. പക്ഷേ ഈ വചനം തുടർന്ന് വായിക്കുമ്പോൾ ഈ രാജാവ് എങ്ങനെ മരിച്ചത്
പറയുമ്പോൾ സഹിക്കാനാകാത്ത ഒരു വയറുവേദന ആർക്ക് വന്നു? ഈ രാജാവിന് വന്നു. സഹിക്കാനാകാത്ത ഒരു വയറുവേദന. വചനം തുറന്നു പറയും, ഇയാൾ ജീവിച്ചിരിക്കെ തന്നെ ഇയാളുടെ ശരീരം അഴുകാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കെ ഒരാളുടെ ശരീരം മുഴുവനും അഴുകുന്നു. തുടർന്ന് വചനം പറയും, ശരീരത്തിൽ നിന്നും പുഴുക്കൾ വമിക്കുവാൻ തുടങ്ങി. കണ്ണീന്നും മൂക്കിന്നും വായിന്നൊക്കെ പുഴു വരുന്നു. തുടർന്ന് വചനം പറയും, ഇയാളുടെ ശരീരത്തിന്റെ ദുർഗന്ധം കാരണം സൈന്യത്തിന് ഈ മനുഷ്യന്റെ അടുത്ത് നിൽക്കാൻ കഴിയാതെ അങ്ങനെ സൈന്യം ഇയാളെ വിട്ടിട്ട് അവിടെ ഓടുകയും. കാരണം ഇയാളുടെ നാറ്റം കാരണം, ഇയാളുടെ പുഴു വരുന്ന കാരണം, ശരീരം ദ്രവിക്കുന്ന അഴുകുന്ന കാരണം സൈന്യത്തിന് ഈ മനുഷ്യന്റെ അടുത്ത് നിൽക്കാം. അങ്ങനെ ഇവരെല്ലാം ഇയാളായിട്ട് പോകും. അങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ അന്യനാട്ടിൽ കിടന്ന് മരുഭൂമിയിൽ കിടന്ന് ഈ രാജാവ് മരിച്ചെന്നാണ് വചനം പറയുക. ദൈവമുണ്ടോ? സ്വർഗമുണ്ടോ? നരകമുണ്ടോ? ശുദ്ധീകരണസ്ഥലമുണ്ടോ? ഇതൊക്കെ കാണുന്നിടത്ത് മുകളുണ്ടോ? ഉണ്ട്. എല്ലാം കാണുന്നിടത്ത് മുകളുണ്ട്. ചെയ്യുന്ന തെറ്റിന് നമ്മളെന്താണ്? അത് ഈ ലോകത്തിലെന്നല്ല പരലോകത്തിലും ദൈവത്തിന് മുമ്പിൽ നമ്മൾ തന്നെ ഒരുക്കേണ്ടി വരും. അതിനാൽ തന്നെ ഈ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുക എന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എല്ലാം കാണുന്ന ഒരുത്തൻ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. ഇന്നത്തെ നമ്മുടെ പ്രശ്നം ഇതൊന്നും കാണുന്നില്ല, ആരും കാണുന്നില്ല എന്നതാണ് നമ്മുടെ വിചാരം. ആരും കാണുന്നില്ല, എന്ത് തെറ്റ് ചെയ്യാൻ ആരും കാണുന്നില്ല, മുകളിലുള്ളവർ കാണുന്നുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇന്ന് നമ്മളെ പ്രത്യേകിച്ച് നിരീക്ഷണവാദവും മറ്റു കാര്യങ്ങളൊക്കെ ധാരാളം ഇപ്പം യൂട്യൂബോ മറ്റെന്ത് തുറന്നാലും ദൈവം ഇല്ല എന്ന് സമർത്ഥിക്കാൻ ധാരാളം ചാനലുകൾ നമുക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ തുറന്നാലും ഇല്ല എന്ന് സമർത്ഥിക്കാനായിട്ട് ധാരാളം ചാനലുകൾ, അത് ഇത് സയൻസ് പരമായിട്ട് അല്ലെങ്കിൽ മറ്റ് എന്താണ് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിനെ വെച്ചിട്ട് അതാണ് ഇന്ന കാരണങ്ങൾ കൊണ്ട് ദൈവം ഇല്ല എന്ന് സമർത്ഥിക്കാനാണ്. ഇത് നമ്മൾ കേട്ട് ദൈവം ഇല്ല എന്ന് ദൈവം ഉണ്ടെന്ന് മനസ്സിലുണ്ടെങ്കിലും കുറച്ച് അവിശ്വാസത്തിന്റെ ഗണങ്ങൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്നതാണ്. ഒരിക്കലും ഒരു സഹോദരി മോള് പറഞ്ഞതാണ്, അച്ഛാ കോളേജിൽ ഞാൻ പോകുമ്പോൾ അവിടെ ചില സമയങ്ങളിൽ അവിടെ എന്താണ് ഈ വിശ്വാസത്തെ കുറിച്ചുള്ള തർക്കം ഉണ്ടാകാറുണ്ട് കോളേജിൽ. ഈ സമയത്ത് അച്ഛാ ഞാൻ മാറിയിരിക്കും, ഞാൻ ഒളിച്ചിരിക്കും. കാരണം എനിക്ക് പേടിയാണ്. കാരണം ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയുന്ന ആളുകളാണ് കൂടുതലും, അവരെന്നെ ഇവിടെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ദൈവം ഉണ്ടെന്ന് സമർത്ഥിക്കാൻ എനിക്ക് പറ്റില്ല അച്ഛാ, അതുകൊണ്ട് ഞാൻ പേടിച്ച് ഞാൻ മാറില്ല. കാരണം പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ദൈവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ഒപ്പം തന്നെ വിശ്വാസത്തിൽ വന്നു ചെയ്യുമ്പോൾ അതിനെ പ്രഖ്യാപിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് പറ്റാറില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയല്ലേ ഒരാൾ ദൈവത്തെ കുറിച്ച് ദൈവം ഇല്ല എന്ന് സമർത്ഥിച്ച ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഉത്തരം പറയും എന്നായിരുന്നു ആലോചിച്ചത്. ഈ കഴിഞ്ഞ ഒരു 4 മാസത്തിന് മുമ്പാണല്ലോ സ്പേസിൽ പോയിട്ട് 2 പേർ തിരിച്ചു വന്നത്. ആരൊക്കെയാണ്? സുനിത വില്യംസ്, അവരുടെ പേര് പറയുന്നത് രണ്ടാമത്തെ ആളാണ് കൂടെ പോയ. PSC പഠിക്കുന്ന എത്ര പേരുണ്ട്? PSC പഠിക്കുന്ന മാസ്റ്ററായിട്ട് പറയാം. സ്പേസിൽ സുനിത വില്യംസിനൊപ്പം തന്നെ സ്പേസിൽ പോയിട്ട് ഈ കഴിഞ്ഞ 4 മാസമായിരുന്നു അല്ലേ, 5 മാസം. ഓക്കെ, തിരിച്ചു വന്ന രണ്ടാമത്തെ ആളുടെ പറഞ്ഞു. വിഷ്ണു. ഓക്കെ, അപ്പോൾ വിഷ്ണു എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് കൂടെ പോയത്. സുനിത വില്യംസും ബുച്ച് വിൽമൂർ എന്ന് പറയുന്ന 2 പേരാണ് പോയത്. അപ്പോൾ സുനിത വില്യംസിനെ കുറിച്ച് നമ്മൾ കൊട്ടിക്കൊട്ടിച്ച് പാടിയിട്ടുണ്ട്, പോയി തിരിച്ചു പോകുന്ന പറയുന്നത്. പക്ഷെ ഈ ബുച്ച് വിൽമൂറിനെ കുറിച്ച് നമ്മൾ ആരും കേട്ടിട്ട് പോലും ഇല്ല ആ പേര്. പക്ഷെ നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ബുച്ച് വിൽമൂറാണ്. ഞാനൊരു കത്തോലിക്കനാണ് ഈ ബുച്ച് വിൽമൂർ. പിന്നെ നമുക്കറിയാം ഈ സ്പേസ് യാത്ര ഏകദേശം വളരെ കുറച്ച് ദിവസത്തിന് വേണ്ടി അവർ പോയതാണ്. വളരെ കുറച്ച് ദിവസത്തേക്ക് വേണ്ടി അവിടെ
വളരെ കുറച്ച് ദിവസത്തെ ദൗത്യത്തിന് വേണ്ടി. അപ്പൊ അത്രയ്ക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ അവരത് കരുതിയിട്ടുള്ളൂ ഇതിന്റെ. പക്ഷെ 286 ദിവസം അവര് സ്പേസിലുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ജീവന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഒരു പോരാട്ടമായിരുന്നു ഈ 286 ദിവസം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ അവരുടെ പറയുകയാണ്, എന്താണ്, കുടിക്കാനായിട്ട് വെള്ളം ഇല്ലാത്തത് കൊണ്ട് സ്വന്തം യൂറിനെ അതിനെന്തെയും എന്താണ് ഈ ഡ്രോപ്പ് ആക്കി വെച്ച് അതിനെ കുടിച്ചാണ് അവരുടെ ജീവൻ നിലനിർത്തിയത്. അപ്പൊ അത്രമാത്രം ക്ലേശകരമായ ജീവന്റെ മരണത്തിനിടയിലായിരുന്നു അവർ 286 ദിവസം അവിടെ ഉണ്ടായത്. എന്നിട്ട് അവർ തിരിച്ചു വന്നപ്പോൾ എന്താണ് ഈ പത്രപ്രവർത്തകർ ഓടിയിട്ട് ചോദിക്കുന്ന ചോദ്യം, എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ, അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ അവിടുത്തെ ദിവസം എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫീലിംഗ് എന്ന് പറഞ്ഞ് ചോദിക്കല്ലേ പത്രപ്രവർത്തകർ. അപ്പോൾ ഈ വിഷ്വൽ മൂഡ് അയാളുടെ പേടകത്തിൽ ഇറങ്ങിയില്ല. പേടകത്തിൽ ഇരിക്കുമ്പോൾ അതിന്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഒരു പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, എന്താണ് താങ്കളുടെ ഈ ഒരു സ്പേസ് യാത്രയുമായി ബന്ധപ്പെട്ട് എന്താണ് താങ്കൾ പറയുന്നത്? പ്രിയമുള്ളവരെ, പുള്ളിയുടെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അയാള് എന്താണ് മൈക്ക് എടുത്തിട്ട് പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് ജസ്റ്റ് ഗോയിങ് ബാക്ക് ടു മൈ ഫെയ്ത്ത്. ഇതെന്റെ വിശ്വാസ ജീവിതത്തിലേക്കാണ് തിരിച്ചു പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് വിഷ്വൽ മൂർ ഓൺ ഫെയ്ത്ത് എന്ന് പറഞ്ഞ് വെറുതെ അടിച്ചുകൊടുത്താൽ മതി. അയാളുടെ ഇന്റർവ്യൂ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. എത്ര മനോഹരമായിട്ടാണ് ഇയാൾ പറയുന്നത്. നമ്മൾ അയാളുടെ ആദ്യത്തെ ഇന്റർവ്യൂ അവിടെ നിന്ന് വന്നതിന് ശേഷം ആദ്യത്തെ ചോദ്യത്തിന് ഇറ്റ് ഈസ് ജസ്റ്റ് ഗോയിങ് ബാക്ക് ടു മൈ ഫെയ്ത്ത്. ഇതെന്റെ വിശ്വാസ ജീവിതത്തിലേക്ക്. ഇത് നമ്മൾ പല കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, പ്ലാൻ ചെയ്തു. പക്ഷേ എങ്കിലും ദൈവത്തിന് നമ്മളെക്കാളും വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈശോയെ കുറിച്ച് അയാളെ പറയുന്നേട്ടാൽ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം ഈശോയെ സ്നേഹിക്കുന്ന ഒരാളാണ് വിശ്വസിക്കുന്നത്. എന്നിട്ട് പറയാണ്, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, എങ്ങനെയൊക്കെ ആയിരിക്കണം ഇവിടെ. പക്ഷേ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പ്ലാനാണ് അവിടെ എക്സിക്യൂട്ട് ആയത്, അവിടെ നടന്നത്, ഞങ്ങളുടെ പ്ലാനല്ല. അതുകൊണ്ട് എല്ലാ മഹത്വവും കൃപയും ദൈവത്തിന്. ഇത് പറഞ്ഞിട്ടാണ് വിശ്വസിക്കുന്നത് നടത്തുന്നത്. ഇവിടെ നോക്കണം, ഒരു പ്രപഞ്ചത്തിന്റെ താളം അറിയുന്ന ഒരാള്, പ്രപഞ്ചത്തെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരാള് ദൈവത്തെ കുറിച്ച് ഏറ്റു പറയുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ എന്തിനാണ് ഇപ്പൊ സ്വന്തം ഇരിക്കുന്ന സ്ഥലത്തെ കുറിച്ച് ഒരു ബോധ്യമില്ലാത്ത നമ്മൾ അല്ലെ എത്ര പൊട്ടത്തരമായിട്ടാണ് ചിന്തിക്കുന്നത്. ഒരു പ്രപഞ്ചത്തിന്റെ താളം അറിയുന്നവൻ ഈശോയെ എത്രമാത്രം ഏറ്റു പറയുന്നുണ്ട്. നമ്മൾ എത്ര നിസ്സാരരാണ് അവരവരൊക്കെ, എത്ര നിസ്സാരരാണ്. പ്രപഞ്ചത്തെ കുറിച്ച് ഒന്നും അറിയില്ല. അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ഫ്ലൈറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ അവിടെ താഴെ നോക്കിയപ്പോ വലിയ കെട്ടിടമായിരുന്നു. എന്നാൽ ഫ്ലൈറ്റിൽ കയറിയിട്ട് താഴേക്ക് നോക്കിയപ്പോ ആ കെട്ടിടമൊക്കെ കുഞ്ഞു കെട്ടിടമായിരുന്നു. അങ്ങനെയല്ലേ? ഇനി അതിന്റെ ഹൈറ്റിൽ പോകുമ്പോൾ വീണ്ടും അത് ആ കുഞ്ഞു പൊടിയായിട്ട് പോകും, അല്ലെ? അങ്ങനെയല്ലേ? എന്ന് പറയുമ്പോ ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഞാനെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, അല്ലെ? ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഞാനെന്ന വ്യക്തി, ഇത് കാണാൻ പറ്റില്ല, ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഈ ഭൂമി മുഴുവൻ എടുക്കുമ്പോൾ ഞാനെന്ന വ്യക്തി ഇത്രയേ ഉള്ളൂ. എന്നാൽ ഈ പ്രപഞ്ചത്തെ എടുക്കുമ്പോൾ ഈ ഭൂമി എത്രയുണ്ട്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ എടുക്കുമ്പോൾ ഭൂമി എന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഭൂമി എടുക്കുമ്പോൾ ഞാനെന്നത് ഇത്രയേ ഉള്ളൂ എങ്കിൽ ഈ പ്രപഞ്ചം പൂർണ്ണമായിട്ട് എടുക്കുമ്പോൾ ഭൂമി എന്നത് ഇത്രയേ ഉള്ളൂ. അത്രയ്ക്ക് ചെറുതാണ് ഭൂമി, അത്രയ്ക്ക് ചെറുത്. പ്രപഞ്ചത്തെ എടുക്കുമ്പോൾ ഗാലക്സിയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അത്രയ്ക്ക് നിസ്സാരമാണ് ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ശതമാനം പോലും നമുക്ക് കണ്ടെത്താൻ ശാസ്ത്രം സാധിച്ചിട്ടില്ല. ഒരു ശതമാനം പോലും കണ്ടെത്താൻ കഴിയും. അപ്പൊ അത്രമാത്രം വിശാലമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ ദൂരമൊക്കെ പ്രകാശ വർഷത്തിലാണ് കണക്കാക്കുന്നത്. പ്രകാശ വർഷത്തിലാണെന്ന് പഠിച്ചിട്ടുള്ള മക്കൾക്കറിയാം എത്ര പ്രകാശ വർഷം അകലെയാണ് ഓരോ എന്താണ് ഗ്രഹങ്ങളും ഗാലക്സികളും സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്ര വലിയതാണ് പ്രപഞ്ചം. അപ്പൊ അതിന്റെ ഒരു കണം പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ടാണ് നമ്മൾ ദൈവം എന്ന് പറയുന്ന സംഭവമില്ല, ഇതാണ് അങ്ങനെയാണ് സിദ്ധാന്തമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര വാചാലം തരാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു കുഞ്ഞു കാര്യം പോലും കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെ പക്ഷെ പറഞ്ഞതിന്റെ ചുരുക്കം പ്രിയപ്പെട്ട വിശ്വാസ ജീവിതം അതുകൊണ്ടല്ലോ അത് പ്രപഞ്ചത്തെ മനസ്സിലാക്കിയ തൊട്ടറിഞ്ഞവര്
ആ കണം അല്ലെങ്കിൽ ആ ദൈവവിശ്വാസത്തെ അവർ ഏറ്റുപിടിക്കും. അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത പൊട്ടത്തരം ഉള്ളവര് ഇല്ല എന്ന് സമർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസമാണ്. പണ്ട് കുഞ്ഞുനാളിൽ നമ്മള് മക്കൾക്ക് ചോറ് കൊടുക്കുമ്പോ ഒരു വാരി എടുത്തിട്ട് മക്കളെ ഈശോയുടെ ഫോട്ടോ നോക്കിയേ ഈശോ എന്ന് പറയാം, ഈശോ ഒരു ഇല്ലേ? നമ്മൾ എത്ര തന്നെത്തോടെയാണ് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് സമയം അല്ലെ? ഇപ്പൊ മിക്കി മോസം മൊബൈലായിട്ട് വിഷയമല്ല, പക്ഷെ എങ്കിലും അല്ല, അങ്ങനെ ഒരു സമയം നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ സമയത്ത് വിശ്വാസം കുഞ്ഞുനാൾ മുതലേ കൊടുക്കുന്നത്. പിന്നെ ഇപ്പോഴൊക്കെ എന്താണ് നമ്മള് ഗർഭപാത്രത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വചനം കേൾക്കുന്ന ചില അമ്മമാരുണ്ട്, നല്ല നല്ല പാട്ട് വെച്ചിട്ട്. അപ്പം ഇപ്പോൾ കുഞ്ഞ് രൂപപ്പെടുന്ന ഉദരത്തിൽ വെച്ച് തന്നെ കൊച്ചിന് ഫോർമേഷൻ വേണമെന്നാണ് ഇപ്പോഴത്തെ പഠനമൊക്കെ. കാരണം അത് അമ്മയിലൂടെ കുഞ്ഞ് അത്രമാത്രം എന്താണ് അഫക്ട് ചെയ്യപ്പെടുന്നതാണ്. അമ്മയുടെ ഓരോ ചലനവും ഓരോ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളും കുഞ്ഞിനെ അഫക്ട് ചെയ്യുന്നതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഉദരത്തിൽ വെച്ച് തന്നെ അതാണ് കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ ജീവിതത്തിന്റെ കണം പറഞ്ഞു കൊടുക്കാനായിട്ട് ഇന്ന് നിങ്ങളൊക്കെ അല്ലെങ്കിൽ ഓരോരുത്തർ പഠിക്കപ്പെടുകയാണ്. അപ്പോൾ വിശ്വാസം ഒന്ന് നമുക്ക് വേണം. രണ്ട്, അത് മക്കൾക്ക് കൊടുക്കണം. മസ്റ്റായിട്ടുള്ള കാര്യം, മസ്റ്റ്. അല്ലെങ്കിൽ തോന്നുന്ന വഴി പോകുമ്പോ എന്താണ് ദൈവം അവിടെ നോക്കും, അതിന്റെ ശിക്ഷ നമുക്ക് കിട്ടും. ഒന്ന്. രണ്ടാമത്തെ അച്ഛൻ പറഞ്ഞത് എന്താണ്? നമുക്ക് പ്രത്യാശ സമയം നോക്കിയിട്ടാണ് പറ്റും. രണ്ടാമതായിട്ട് പ്രത്യാശയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ അച്ഛൻ നേരത്തെ പറഞ്ഞു, ഈ നമ്മള് ആനന്ദമുള്ള വ്യക്തിക്ക് രണ്ടാമതൊരു പ്രത്യേകതയാണ്, അയാൾക്ക് ഒരു ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ അയാളെ പ്രത്യാശ കൊടുക്കുകയും ചെയ്യും. അയാൾക്ക് ഒരു എന്നെ കൊണ്ട് സാധിക്കും, കഴിയും, ദൈവം കൂടെ ഉണ്ട് എന്നൊരു ബോധ്യം അയാൾക്കുണ്ടെന്നതാണ്. ഒപ്പം തന്നെ കർത്താവ് എന്റെ കാര്യം നോക്കിക്കൊള്ളും എന്നൊരു പ്രത്യാശയുണ്ട്. നമ്മളിന്ന് വായിച്ചു കേട്ട ഒന്നാമത്തെ വായന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. വായിച്ചാലൊക്കെ ഇന്നത്തെ ഒന്നാമത്തെ വായന മക്കൾ വായിച്ചപ്പോ അത് ശ്രദ്ധിച്ചു. എന്താണ് മക്കളോട് വായിച്ചത്? ഇസ്രായേൽ ജനം ഈജിപ്തില് അടിമത്തിൽ നിന്നും മോശ അവരെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ അവർ നടക്കുന്നത് മരുഭൂമിയിലൂടെയാണ്. മരുഭൂമിയിലൂടെ നടക്കുന്നത് ഇവർ വല്ലാതെ പരാതിപ്പെടുന്നുണ്ട്. ഇവരുടെ പരാതി എന്താണ്? പരാതി എന്താണ്? ഞങ്ങള് അവിടെ ഈജിപ്തിലായിരുന്നപ്പോൾ ഇറച്ചിപ്പാത്രങ്ങളുടെ ഇടയിൽ കിടക്കുമ്പോൾ കർത്താവെ മുകളിലോട്ട് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു. പക്ഷെ ഇവിടെ ഞങ്ങളെ കൊല്ലാനാണോ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഭക്ഷണവുമില്ല, വെള്ളവുമില്ല. ഇവിടെ ഇവർ പറയുന്നത് ഇവിടെ ഈ കാര്യം പറയുന്നത് മരുഭൂമി. ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ ഒന്നും കിട്ടാത്ത ഈ മരുഭൂമിയിൽ നിന്നാണ് ഇവർ ഈ പറയുന്നത്. ഇനി ഒരു കാര്യം പറയട്ടെ, ഈ വചനത്തെ തുടക്കത്തിൽ പറയും അവർ ഈജിപ്തിൽ നിന്നും ഇറങ്ങിയിട്ടും 2.5 മാസം കഴിഞ്ഞിരുന്നു. അപ്പോഴും കാര്യം ചോദിച്ചിട്ട് ഈ 2.5 മാസം എങ്ങനെയാ ഭക്ഷിച്ചത്? ചോദ്യമല്ലേ? മരുഭൂമിയിലെ വചനം വായിച്ചോ? 2.5 മാസം കഴിഞ്ഞു മരുഭൂമിയിലായിട്ട്. ഈ 2.5 മാസം എങ്ങനെയാ ഭക്ഷിച്ചത്? ഭക്ഷണത്തിന് കുറവില്ലായിരുന്നു, പക്ഷേ ആക്രാന്തം എന്തിനോടായിരുന്നു? ഇറച്ചിയോടായിരുന്നു. ഇറച്ചി വേണം. ഇതാണ് പ്രശ്നം. ദൈവം പറയണ ശരി, ഞാൻ ചോദ്യം കൊടുക്കാം. ഇവിടെ മരുഭൂമിയിൽ ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥലത്തു നിന്നാണ് കർത്താവ് പറയുന്നത് ഞാൻ കൊടുക്കാം. ഇറച്ചി വേണം, ഇറച്ചി കൊടുക്കാം. മരുഭൂമിയിലല്ലേ, ഞാൻ കൊടുക്കാം. അതാണ് ദൈവത്തിന്റെ ഉറപ്പ്. ഇതാണ് പ്രത്യാശ. ഈ ഉറപ്പ് ഞാൻ തരാം. പക്ഷെ ദൈവം ഒരു കണ്ടീഷൻ വയ്ക്കുന്നുണ്ട്. നീ അന്നു വേണ്ടതപ്പം മാത്രം നീ എടുത്താൽ മതി, നാളത്തേക്ക് എടുക്കും. കർത്താവിന്റെ കണ്ടീഷനാണ്, ഞാൻ മഞ്ഞ പൊടിച്ചു തരാം, പക്ഷെ നീ ഇന്നത്തേക്ക് വേണ്ടത് നീ എടുത്തോ, നാളത്തേക്ക് എടുക്കരുത്. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണം. ഇതല്ലേ നമ്മുടെ പ്രാർത്ഥന. അന്നു വേണ്ട ആഹാരം. നാളത്തെ കാര്യവും ഞാൻ നോക്കും. നീ നാളത്തേക്ക് വേണ്ടി കുറച്ച് ആകുലപ്പെടരുത്. നമ്മൾ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ സമാനം വരുമ്പോൾ ഓരോ ദിവസത്തിനും അതിന്റെ ക്ലേശം മതി എന്നാണ് പറഞ്ഞത്. നീ നാളെയെ കുറിച്ച് ആകുലപ്പെടേണ്ട, നാളത്തെ ദിനം അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകളും ഓരോ ദിവസത്തിനും അതിന്റെ ക്ലേശം. ഇന്നത്തെ അപ്പം നീ എടുത്താൽ മതി. ഇതിന്റെ വചനം ഒരല്പം കർത്താവിന്റെ സ്നേഹത്തിന്റെ എക്സ്റ്റൻഷൻ പോകുന്നത് നമ്മൾ
അങ്ങനെ പറഞ്ഞു കർത്താവ്, ഓരോ ദിവസവും നീ അന്നന്ന ഭക്ഷണം എടുത്താൽ മതി. നീ 5-ാം ദിവസം, നീ 6-ാം ദിവസം എടുക്കുന്ന ഭക്ഷണം അന്നത്തത് എടുത്താൽ മതി. പക്ഷേ നിനക്ക് അന്നെടുത്ത ഭക്ഷണം വീട്ടിനകത്തേക്ക് തന്നെ ഒരുക്കി വയ്ക്കുമ്പോ അതിന് ഡബിൾ ആയിരിക്കും. അങ്ങനെ പറയാൻ കഴിയല്ലേ? അതല്ലേ എന്ത്? 7-ാം ദിവസം സാബത്ത്. നല്ലത്. 7-ാം ദിവസം സാബത്ത്. അന്ന് നീ ജോലി ചെയ്തൂടാ, അന്നത്തത് ഞാൻ നിനക്ക് തരും. അന്ന് ഞാൻ പട്ടിയെടുക്കില്ല, അന്നത്തത് കൂടെ ഞാൻ കരുതിയിരിക്കും. ഇതാണ് കർത്താവിന്റെ സ്നേഹത്തിന്റെ. നമ്മള് വചനത്തിന്റെ ഓരോ വരിയും ഇങ്ങനെ കീറി വായിച്ചെടുക്കുമ്പോഴോ എത്രമാത്രം ദൈവസ്നേഹത്തിന്റെ ആഴം അല്ലെങ്കിൽ അവന്റെ കരുണ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അപ്പോൾ അത്രമാത്രം എന്താണ് പ്രത്യാശ കൊടുക്കാൻ വേണ്ടി കത്താൻ സാധിക്കുന്നത്. കത്താൻ അത്രമാത്രം പ്രത്യാശ, ഇത്രമാത്രം പ്രത്യാശ. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്. ഇതാ കത്താവിന്റെ. നീ ജീവിതത്തിന്റെ പടുകുടിയിലേക്ക് നീ പോയെന്ന് വിചാരിച്ചാലും പേടിക്കണ്ട, അവിടെയൊക്കെ എന്റെ ഉള്ള കയ്യിൽ നീ ഉണ്ട്. ഇതാ കർത്താവിന്റെ ഉറപ്പ്. നമുക്ക് ഈ ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദ്യം. നമ്മുടെ മക്കൾക്ക് നിങ്ങൾക്ക് ഈ ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എടാ മോനെ ഞാൻ കൂടെ ഉണ്ട്, പ്രത്യാശ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പറ്റും. നല്ല പ്രത്യാശ കൊടുക്കാറുണ്ടോ? ചില വേണ്ട നീ പോട്ടെ മനസ്സിലാക്കുക. നിന്നെന്തിനാ പഠിക്കാറുള്ളത്? ഇങ്ങനെ പറയാൻ നല്ല പ്രത്യാശ. ഒരു കാരണവശാലും നമ്മളെ പിള്ളേർ നോക്കി ഇപ്പൊ പറയുന്നത് ഒരു കാരണവശാലും പറയുന്നത് നമ്മൾ പ്രത്യാശ കൊടുക്കാൻ വേണ്ടി നമ്മൾ വിളിക്കുന്നത്. പ്രത്യേകിച്ച് ടീച്ചർമാരായിരിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയെ നോക്കി നീ പൊട്ട മരമണ്ണ പറയരുത്. കാരണം അതവരുടെ ജീവിതത്തെ എത്രമാത്രം ഉലയ്ക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ പ്രത്യാശ കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ടാകാം. പ്രത്യാശ. കാരണം നിങ്ങൾക്കറിയാം, ഒരു ടീച്ചർ അതല്ലെങ്കിൽ അപ്പൻ അമ്മ ഒരു കൊച്ചിനെ കുറിച്ച് ഒരു നെഗറ്റീവ് കമന്റ് പറയുമ്പോൾ അവന്റെ മനസ്സിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഞാൻ ഒരു പൊട്ടനാണ്, ഞാനൊരു മണ്ടനാണ്, എനിക്കെന്നെ കൊണ്ട് ഒരു ഉപയോഗമില്ല, ഞാൻ ഇങ്ങനെയുള്ളതാണ്. അവന്റെ മനസ്സിൽ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പറയുന്ന സൈക്കോളജിക്കൽ ഓട്ടോ സജഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് രേഖപ്പെടുത്തിയുള്ളൂ. ഞാൻ അങ്ങനെയാണ്. എങ്ങനെ പഠിച്ച കുട്ടിയാൽ അവസാനം അങ്ങനെ തന്നെ ആയിക്കോളൂ. ഓക്കെയാണ്. ഞാൻ എന്റെ സഹായിക്കല്ലേ, വെള്ളയാണ് ആണപ്പറ പഠിക്കാനാണ്. ഞാൻ പഠിച്ചത് കൂതാളി സ്കൂളാണ്. കൂതാളി. അപ്പോൾ അവിടെ നമുക്ക് ഈ ആനുവൽ ഡേ ഒക്കെ ഉണ്ട്. ആനുവൽ ഡേക്ക് നമുക്ക് ഭയങ്കര കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കണം. അപ്പോൾ അന്നത്തെ ദിവസം ഞാനാണ് ഒരു ബ്രാക്ക് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഞാൻ നടക്കിലാണ്, ബാക്കി 4 പേരുണ്ട്. അപ്പൊ ഞങ്ങള് അടിച്ചു പൊളിച്ച് ബ്രാക്ക് ഡാൻസ് കളിച്ച് ഭയങ്കര കൈയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ മക്കള് ഡാൻസ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ഒരു വലിയ പ്രതീക്ഷയായിരിക്കും. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന എന്താണ് അഭിനന്ദനം, നന്നായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലേ. പഠിക്കാനേ കൊണ്ടില്ല, ഇതെങ്കിലും കാണാൻ പോലെ എല്ലാവരും പറയുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഡാൻസ് കളിച്ചിട്ട് ഇറങ്ങിയപ്പോൾ വളരെ അടിച്ചു അവരെല്ലാം ആശംസകളൊക്കെ അവരെയൊക്കെ അഭിനന്ദിച്ചു. അപ്പൊ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ ഞാൻ പോയാണ്. തൊട്ടടുത്ത ദിവസം ഞാൻ ക്ലാസ്സിൽ പോയപ്പോ ഞാൻ നല്ല പൊക്കമായിരുന്ന ഏറ്റവും ഫ്രണ്ടിലാണ്. അത് ഒന്നാമത്തെ സ്ഥലത്താണ്. ആദ്യം ക്ലാസ്സിലേക്ക് 1ാമത്തെ പീരീഡ് കിടന്നത് ഒരു ഇംഗ്ലീഷ് സാറാണ്. അയാള് പുസ്തകവും കയ്യിൽ വെച്ച് വടിയും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കരണ്ടെ നോക്കിയപ്പോൾ മൂക്കിന്റെ അറ്റത്തിരിക്കുന്ന എണ്ണയാണ് അയാൾ വേണ്ടത്. എനിക്കാണ് ആദ്യത്തെ ചോദ്യം. അത് എന്നോട്, അത് ഇംഗ്ലീഷ് പകച്ചു പോയത്. ഞാനിങ്ങനെ ഉള്ളു കണ്ടപ്പോ നിനക്കൊക്കെ കൊരകനെ പോലെ ചാടാറിയാം, 2 നല്ല വാക്ക് പഠിക്കല. എന്റെ കലാജീവിതം അന്ന് പോയിട്ടാണ്. പിന്നെ ഈ കലാജീവിതം പൊട്ടിയെടുക്കുന്നത് സെമിനാരികളുടെ ഓർഗനൈസേഷനൊക്കെ നമ്മൾ ഒരുമിച്ചാണ് എന്ന് പറയുമ്പോൾ
വല്ലതും ആയി പോകുന്നില്ല. പക്ഷെ പിന്നെ മുതൽ ഒരു കലോത്സവത്തിൽ ഞാൻ പങ്കെടുത്തില്ല, ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തില്ല. എല്ലാം ഇന്ന് സ്കൂളിൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞാനന്ന് വീട്ടിലാണ്, എനിക്ക് വീട്ടിലാണ് ആഘോഷം. അതോടെ നിർത്തി. കാരണം എന്താണ്, അത് തന്ന ഒരൊറ്റ ഷോപ്പ് അതോടെ മുഴുവൻ നിന്ന്. ഞാൻ പറഞ്ഞത് ഞാൻ അത് പോയിരുന്നെങ്കിൽ കളിച്ചിരുന്നെങ്കിൽ ഒന്ന് പറയാതെ ഞാൻ എന്തോ ആവും എന്നല്ല. നേരെ മറിച്ച് അങ്ങനെ ഒരു ഷോപ്പ് കിട്ടുമ്പോൾ ഒരു കൊച്ചിനുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന വ്യത്യാസം ഒറ്റ വാക്കിയുള്ളൂ. പക്ഷെ പിന്നെ അതേ സ്കൂളിൽ അവിടെ തന്നെ ഞാൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയിട്ട് ഇതേ ആള് മെച്ചമായി നിൽക്കുമ്പോൾ ഞാൻ ഇതേ കാര്യം